ഹായ്, ഹാപ്പി മോർണിംഗ്. സമയം അതാണ് എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യം. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് സമയം തികയുന്നില്ല, എനിക്ക് സമയമില്ല. ആക്ച്വലി സമയം എങ്ങും പോകുന്നില്ല, സമയം അവിടെ തന്നെയുണ്ട്. പക്ഷേ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസം വരുമ്പോഴാണ് നമുക്കത് അങ്ങനെ ഒരു തോന്നുന്നത്. ഒന്നും വേണ്ട, രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ ആക്ടിവിറ്റികളിൽ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒഴുക്കിൽ അങ്ങോട്ട് പോകും. പക്ഷെ മിക്കവാറും നമ്മൾ ചെയ്യുന്നത് എന്താ, രാവിലെ എഴുന്നേറ്റ്, ഇന്നത്തെ കാലത്താണെങ്കിൽ പ്രത്യേകിച്ചും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഫോൺ എടുക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാട്സപ്പ് ഓപ്പൺ ചെയ്യും, അപ്പോഴത്തേക്കും അടുത്തത് തുടങ്ങും. അല്ലെങ്കിൽ നമ്മളൊരു യൂട്യൂബിൽ ഒരു റീൽസ് കാണും. അത് റീൽസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ തോണ്ടി നമ്മൾ ഇഷ്ടംമാതിരി റീൽസ് ഇങ്ങനെ കണ്ട് നമ്മളുടെ സമയം പോകുന്നതേ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിനകത്ത് അങ്ങോട്ട് മുഴുകിയിരുന്ന് പോകും. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്നൊന്ന് വിട്ടുമാറി പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മളുടെ ജോലികളെപ്പറ്റി ചിന്തിക്കുന്നത്. ആ സമയത്ത് സമയം നോക്കുമ്പോൾ സമയം ഒരുപാട് നീങ്ങി. അപ്പോൾ തന്നെ പിന്നെ ചെയ്യുന്നതെല്ലാം നമുക്ക് ദേഷ്യവും കുറ്റങ്ങളും ഒക്കെ ആയിരിക്കും. സമയമില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇന്ന് അവിടെ പോകേണ്ടതായിരുന്നു, ഇന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, എനിക്കിന്നൊന്നിനും സമയമില്ല. പിന്നെ നമ്മൾ ഈ സമയത്തിന് ഇങ്ങനെ പഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യുന്നത് മുഴുവൻ നമ്മളാണ്. നമ്മളതിനെ അറിഞ്ഞ് നമ്മളതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനും സമയം ഉണ്ടാവും. കാരണം ആ ഒരു ദിവസത്തെ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്ത് നമ്മളുടെ രീതിയിലേക്ക് ആക്കുന്നത് നമ്മളാണ്. അതല്ലാതെ സമയം ഒരിക്കലും നീ ഇത്ര മണിക്ക് ഞാനിങ്ങനെ സൂചി മാറുമ്പോൾ നീ ഇത്ര മണിക്ക് എൻ്റെ അടുത്ത് വന്ന് നിൽക്കണം, അല്ലെങ്കിൽ നീ ഇത്ര മണിക്ക് എൻ്റെ അടുത്ത് പോകണം എന്ന് ഒരിക്കലും സമയം നമ്മളോട് പറയാറില്ല. സമയം അത് ചെയ്യാറുമില്ല. എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ആ സമയത്തിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതും നമ്മളാണ്. അത് നമ്മൾ ചില സമയങ്ങളിൽ, ചില നേരത്ത് നമ്മളത് മറന്നുപോകും. ആ മറന്നുപോകുന്ന ആ ചില നിമിഷങ്ങളാണ് നമ്മളുടെ സമയമില്ലായ്മയെ നമ്മളെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു മടിയായിരിക്കാം, ഈ പറഞ്ഞ പോലെ വാട്സപ്പോ റീൽസോ ഒന്നും നോക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷേ ചില ഒരു മടി, ആ മടിയുടെ ബേസിൽ നമ്മൾ വെറുതെ ഇരുന്ന സമയം കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരുമ്പോഴായിരിക്കും ഇതുപോലെ നമ്മൾ ആ സമയത്തിനെ പഴിക്കണത്. സമയം എപ്പോഴും നല്ലതാണ്. സമയത്തിനെ നമ്മൾ അതേപോലെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ സമയത്തിനെ പഴിക്കാതെ നമ്മൾ സമയത്തിനെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയം വളരെ വളരെ ഉപകാരപ്രദമാകും. നമുക്ക് ഒരുപാട് ഫ്രീ ടൈംസ് കിട്ടും. ഈ പറഞ്ഞ പോലെ രാത്രിയാണെങ്കിലും നമുക്ക് ഉറങ്ങാനുള്ള ടൈം കിട്ടും. മിക്ക ആൾക്കാരുടെയും കംപ്ലൈൻ്റാണ് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒന്ന് രാത്രി പണി തീരുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു നേരമാവും. അതായത് 10 11 മണി ആ ഒരു ടൈമൊക്കെ. ചിലവർ അതിൽ കൂടുതൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഇരിക്കണത് ചിലർ വാട്സപ്പ് നോക്കിയിട്ടായിരിക്കാം, റീൽസ് നോക്കിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ വെറുതെ കളഞ്ഞ സമയമുണ്ടാവും. ആ സമയം നമ്മളതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ സമയം ലാഭിക്കാമായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്യില്ല. ആ സമയത്ത് നമ്മൾ വെറുതെ സമയം കളയുകയും എന്നിട്ട് രാത്രി ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ക്ലോക്കിലൊക്കെ നോക്കുമ്പോൾ സമയം 10 11 ആവും, 11 12. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടും. കാരണം അയ്യോ, മണി 11 12 1 മണിയായാലും ഇനി ഞാനെപ്പോൾ ഉറങ്ങും, ഇനി ഞാനിത് ഉറങ്ങി രാവിലെ എഴുന്നേക്കണ്ടേ. ആ സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ വെറുതെ കളയുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അപ്പോൾ സമയം നമ്മൾ എപ്പോഴും പോയ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എന്ത് കാര്യം അങ്ങനെയാണ്. മിക്കവാറും പോയ കാര്യങ്ങൾ നമുക്ക് തിരിച്ചെടുക്കാൻ പാടണം. ഈ പറയാറില്ലേ, വായിലെ നാക്ക്, നമ്മൾ തൊടുത്തുവിട്ട ആ വാക്കുകൾ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പറയും നമ്മൾ, ആ പറഞ്ഞു പോയതിന് സോറി എന്ന് നമ്മൾ പറയുമായിരിക്കും. പക്ഷേ ആ സോറി പറഞ്ഞാൽ പോലും നമ്മൾ ആ ഉപയോഗിച്ച വാക്ക് ആ സമയത്ത് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് കുത്തി നോവിച്ചേക്കണ ആ വേദന അത് പോവില്ല.
അപ്പം അതുപോലെ തന്നെയാണ് സമയവും. നമ്മൾ ഒരിക്കലും കളഞ്ഞത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോൾ നമ്മളുള്ള സമയത്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ സമയത്തെ പഴിചാരാതിരിക്കുക. എല്ലാവരും സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.